ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് നാളെയാണ്. ഇന്ത്യൻ സമയം രാത്രി 7:30 കൊച്ചിയിലാണ് മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് നിലവിൽ ശക്തരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയാണ്. നമുക്കറിയാം, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബെനോലിക്ക് കീഴിൽ ഈ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 5ാം സ്ഥാനത്താണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. പോയിന്റ് ടേബിളിൽ 16 മത്സരങ്ങൾ പൂർത്തിയാക്കി 24 പോയിന്റ് ഉണ്ട്. നമുക്കറിയാം, മികച്ച പ്രകടനമാണ്. തുടർച്ചയായി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളിൽ ഒന്നാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ നിലവിൽ പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്താണ്. 16 മത്സരങ്ങൾ പൂർത്തിയാക്കി 20 പോയിന്റാണ്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരം വിജയിച്ചിരുന്നു. 2-നെതിരെ 3 ഗോളുകൾ ഒഡീഷ എഫ്സിക്കെതിരെ. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കൊച്ചിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിന് ഇറങ്ങുന്നത്. അത് മാത്രമല്ല, പുതിയ വിദേശ താരം നിലവിൽ ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഈ മത്സരത്തിൽ കളിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വാർത്തകൾ തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും ഈ സീസണിലെ തുടക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എവേ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിട്ടിരുന്നു. അന്ന് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി സമനിലയിലാണ് മത്സരം അവസാനിച്ചത്. ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോവ സദോയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി അജയ് റായുമാണ് ഗോളുകൾ നേടിയത്. കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാക്കുന്ന പ്ലാനുകളിൽ ഏറ്റവും ആദ്യത്തേത് ശരിക്കും അജയ് റായിലേക്ക് പന്തെത്താതെ നോക്കുക എന്നത് തന്നെയാണ്. ഈ സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി താരമാണ് ജിതിൻ എം.എസ്. ഈ സീസണിൽ 5 അസിസ്റ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഈ 5 അസിസ്റ്റും ശരിക്കും അജയ് റായ് അതുപോലെ തന്നെ ഈ ഒരു ജിതിൻ എം.എസ്. കൂട്ടുകെട്ടാണ് ശരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ വിജയങ്ങളിലൊക്കെ നിർണായക പങ്കുവഹിച്ച 2 താരങ്ങൾ, ഒന്ന് അജയ് റായും അതുപോലെ തന്നെ ജിതിൻ എം.എസുമാണ്. ബ്ലാസ്റ്റേഴ്സ് തയ്യാറാക്കുന്ന പ്ലാനുകളിൽ ഇത് തന്നെയാണ്. അജയ് റായിലേക്ക് പന്തെത്താതെ നോക്കുക എന്നത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് തയ്യാറാക്കുന്ന പ്ലാനുകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്. ഈ സീസണിൽ അജയ് റായി ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 16 മത്സരങ്ങൾ കളിച്ചു, 15 ഗോളും 5 അസിസ്റ്റുമാണ്. ഇദ്ദേഹം നേടിയ ഗോളുകളുടെ ഭൂരിഭാഗവും ശരിക്കും ഏറ്റവും കൂടുതൽ മികച്ച രീതിയിൽ അദ്ദേഹത്തിലേക്ക് ഗോളുകൾ എത്തിച്ചു കൊടുക്കുന്ന താരങ്ങളിൽ ഒന്ന് ജിതിൻ എം.എസ്. തന്നെയാണ്. അപ്പോ ഈ ഒരു മത്സരത്തിൽ, നാളെ നടക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അജയ് റായിലേക്ക് പന്തെത്താതെ നോക്കുക, അല്ലെങ്കിൽ ജിതിൻ എം.എസ്. ഈ 2 താരങ്ങളിലെ ഇവരുടെ പ്രകടനത്തെ അല്ലെങ്കിൽ ഇവരെ എങ്ങനെ ബ്ലോക്ക് ചെയ്യും എന്നുള്ള രീതിയിലുള്ള പ്ലാനുകളാണ് നിലവിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരം വിജയിച്ചിരുന്നു. അതിനു മുമ്പ് പഞ്ചാബ് എഫ്.സിയോട് വിജയിച്ചിരുന്നു. ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ തന്നെയാണ് നാളത്തെ മത്സരത്തിന് ഇറങ്ങുന്നത്. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ പുതിയ വിദേശ താരമൊക്കെ കളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. കൂടാതെ പിന്നെ നമുക്കറിയാം, വിലക്കായിരുന്നു ടെൻസിജിനൊക്കെ, അതുപോലെ തന്നെ ദാനിഷ് ഫറൂഖ് ഒക്കെ, അവരൊക്കെ വിലക്ക് മാറി തിരിച്ചെത്തുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടുന്നത്. എന്തായാലും കൊച്ചിയിൽ ഒരു ആവേശകരമായ പോരാട്ടമാണ് നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം.